ഗൈസ്, ഞാൻ അപ്പച്ചട്ടി മേടിച്ചു ഗൈസ്. എന്ന് ഞാനിട്ട് പറണ്ടി നടക്കില്ലായിരുന്നു. അങ്ങനെ ഇച്ചിരി അപ്പം മാവൊക്കെ എടുത്ത് സെറ്റാക്കി ഇങ്ങോട്ട് വെച്ചു ഗൈസ്. എൻ്റെ അപ്പച്ചട്ടി ഉണ്ടോ? വാവ് എന്ന് പറയാൻ വയ്യ. ഇതാണ് ഗൈസ് അപ്പച്ചട്ടി. എണ്ണ വയ്ക്കാത്ത നോൺ സ്റ്റിക്ക്. വാവ്, ഇളക്കി എടുക്കണമല്ലേ ഗൈസ്? ഞാനെല്ലാം അതിക്രമിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇച്ചിരി എണ്ണ ഉള്ളതാണ് ഗൈസ്, നല്ലതായിട്ട് തോന്നുന്നു. ഇനി ഇളകി വരുന്നുണ്ട് ഗൈസ്. അപ്പോഴത്തെ പ്രകടനമൊന്നും വേണ്ട. ഇതായിരിക്കുന്നു. അഹാ, അടുത്തപ്പം ഇച്ചിരി എണ്ണ കുറയട്ട് ഗൈസ്, അതാ നല്ലത്. ഭയങ്കര എണ്ണയുടെ കുഴപ്പം. മീൻസ് ആവശ്യമില്ലാതെ എണ്ണ ബോഡി ചെല്ലുന്നു ഗൈസ്. കണ്ടോ, ഇച്ചിരി ഒഴിച്ചു. എന്നിട്ട് ഇനി ഇതങ്ങോട്ട് ചുട്ടിക്കുന്നതനുസരിച്ച് എൻ്റെ ഫോണും കൂടെ ചുറ്റേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, പണ്ടൊക്കെ ഉള്ള അമ്മമാരെന്തോ ചെയ്യുന്നത്, ഒരു തവി എടുത്ത് വലിയൊരു ഇരുമ്പേട്ടി അങ്ങോട്ട് എടുത്ത് കല്ലിൽ എണ്ണ അങ്ങോട്ട് തേച്ച് ഒരൊറ്റ കറക്ക് തവി, മരത്തവിയാണ് ചട്ടി, ഈ ചിരട്ടത്തവി, അതങ്ങോട്ട് വെച്ച് ഒരു കറക്ക് അപ്പം. ഇപ്പം അതാ കിടക്കുന്നത്. ഞാൻ എവിടെ പോയിട്ടാണ് ഇത് മേടിച്ചത് ഗൈസ്? അടുത്തപ്പം എടുക്കട്ടെ ഗൈസ്. എളുപ്പമാണ് ഗൈസ് കേട്ടോ. വാവ്, രണ്ടാമത്തെ അപ്പം. ഇനി മൂന്നാമത്തെ അപ്പം എടുക്കാൻ പോകുന്നു. നല്ല രസമാണ് ഇതിൻ്റെ ബാക്ക് വശം. എന്താ ഉണ്ടോ, റെഡ് കളർ. നല്ലതാണ് ഗൈസ്. വേഗം നമുക്ക് അപ്പം ചൂടാൻ പറ്റും. എനിക്കിതിപ്പം പാചകമൊന്നും നല്ല പരിചയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇന്ന് തപ്പുന്നത്. അടുത്തപ്പം അടുത്ത അപ്പം ചുടുന്നതാണ് ഗൈസ്. ഇത് നമ്മൾ അപ്പം മാവ് കടയിൽ നിന്ന് മേടിച്ച് ചെയ്യാം ഗൈസ്. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് അപ്പമാണ്. ഉണ്ടോ, തണുക്കണം ഗൈസ്. ഒട്ടും ചൂടപ്പം എടുത്ത് തണുത്തപ്പത്തിൻ്റെ പുറത്ത് ഒരിക്കലും വെക്കരുത്. അപ്പം ഒട്ടിക്കളയും. സയാമീസ് ഇരട്ടകളെ പോലെ അങ്ങ് സ്നേഹിക്കും. ഉണ്ടോ, നോട്ടിട്ട് ഗൈസ്. ഓരോന്ന് ചൂടാം. നെക്സ്റ്റ് അപ്പം. ഇത് വേഗം ഉണ്ടാവും ഗൈസ് കേട്ടോ. ഇത് വേഗം ഉണ്ടാവും, മറ്റേ കുണ്ടണ്ട മൂലൊന്നുമല്ല. ഞാനിട്ട് എന്തിന് അയ്യോടാ, എൻ്റെ അപ്പം വീണി ഗൈസ്. ഈ ചെവിക്ക് പിടിച്ച് ഇപ്പുറത്ത് വെച്ച് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് അപ്പച്ചട്ടിക്ക്. എന്താ രസം നോക്കിക്കേ. എനിക്ക് ഇങ്ങനത്തെ ഓരോ ക്യൂട്ട് പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട്. ഞാനിത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ മേടിച്ച് വെക്കും ഇഷ്ടമാതിരി. എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇത് ആർക്ക് കൊടുക്കാനാണ് മേടിക്കുന്നത്? ഇത് ഫ്ലവറൊക്കെ ആക്കാം ഗൈസ്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞുവാവുകളുള്ള വീട്ടിൽ ഫ്ലവറൊക്കെ ആക്കുന്നത്? അതുപോലൊക്കെ ചെയ്യാം. വേഗം ആവും പെട്ടെന്ന്. സോഫ്റ്റ് ആപ്പ് നല്ലത്. ഇച്ചിരി നല്ല സാമ്പാർ കഷ്ണങ്ങൾ കോരി ഇതിലോട്ട് വെക്കട്ടെ ഗൈസ്. അപ്പോൾ എന്താണ്, അപ്പവും സാമ്പാറും. തോനെ കറി ഒഴിക്കണം ഗൈസ്, എന്നാലേ കൊള്ളാവും. അപ്പം സാമ്പാർ, അതിൻ്റെ കൂടെ പപ്പടം കൂടെ വെക്കുന്നുണ്ട്. സാമ്പാർ ഇരിക്കുന്നത് ഗൈസ്. ഇവിടെയാണെങ്കിലേ ഡാഡിക്ക് പപ്പടം ഇല്ലാത്തൊരു കഥയില്ല ഗൈസ്. അപ്പം ഞാൻ ഇച്ചിരി കുരുമുളക് കാപ്പി ഇട്ടതാണ്. അതും കൂടെ ഒഴിച്ചിട്ട് ഗൈസ്. കുരുമുളക് കാപ്പിയാണ്, ഉപ്പം തേയിലയിട്ട് കുരുമുളകും ഗ്രാമ്പും ഒക്കെ കൂടി ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ്ങുള്ള ഡിന്നർ ഇതാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരപ്പം കൂടെ കാണിക്കാം ചുട്ടത്. കണ്ടോ, ഈസിയാണ്. ഈസി കുക്കെന്ന് പറയുന്ന പോലെ ഈസി. ഇങ്ങനെ ചെവിക്ക് പിടിച്ച് ഇങ്ങനെ എടുക്കാം. എനിക്ക് പിന്നെ പേടിയാണ്.
തീയപ്പേടി തീയപ്പേടി. ചിലവർക്ക് അങ്ങനെ പല പല പേടിയില്ലേ ഗൈസ്. ചെവി പിടിച്ചങ്ങ് പൊക്കാം. വാവ്, കണ്ടോ ഗൈസ്. നമുക്ക് അടുത്തപ്പം. മാവെല്ലാം വെറുതെ പോകും. ഞാനിങ്ങനെ റീലെടുക്കാൻ നിന്ന. ഇത് വെയ്റ്റ്ലെസ് ആണ്, അതാണ് ഞാനിത് മേടിച്ചത്. എൻ്റെ ഷോൾഡർ പിന്നെ പെയിനുള്ളതാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അടുത്തപ്പം നമുക്ക് അടച്ച് വെക്കാം. കണ്ടോ ഗൈസ്. അപ്പം ഗൈസ് എനിക്ക് വയ്യ. റീലെടുത്ത് ഞാനിതിപ്പം വെക്കട്ടെ ഗൈസ്. വേണ്ട, കോഫി, അപ്പം, സാമ്പാർ, പപ്പടം എല്ലാം ഉണ്ട് ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്. നാളെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. രാത്രി എടുത്തേ.